ഹലോ, അസ്സലാമു അലൈക്കും. വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു മാങ്ങാക്കറി വെക്കാൻ പോവുക കേട്ടോ. നല്ലൊരു മാങ്ങാക്കറി, വയനാടൻ മാങ്ങാക്കറിയാണ് വെക്കുന്നത്. എല്ലാവരും അങ്കമാലി മാങ്ങാക്കറിയല്ലേ വെക്കുന്നത്, ഞാൻ വയനാടൻ മാങ്ങാക്കറി നിങ്ങൾ എൻ്റെ സ്റ്റൈലിൽ. അപ്പോൾ ഇനി ഞാൻ മാങ്ങതാ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. ചെറിയുള്ളി, പിന്നെ അതൊക്കെ മുറിച്ചിടട്ടെ. അപ്പോൾ ഞാൻ ഇതാ മുറിച്ച് ഇതാക്കിയിട്ടിട്ട് മാങ്ങ, പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ഉള്ളിയും കൂടെ, സവോളയും കൂടെ, അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചട്ടിയിലേക്കിട്ട് ഇതിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമ്പിയെടുക്കണം. അത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി ഇതുപോലെ 1.5 സ്പൂൺ മതി ഇങ്ങനത്തേന്. ഇത് നന്നായിട്ട് തിരുമ്പി വെക്കുക. എണ്ണ മൂപ്പിച്ച് കടുക് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി പൊട്ടിക്കുക. ഇത് ബാക്കിയെടുക്കാം. അത് ഇരിക്കട്ടെ. അപ്പം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചതാട്ടോ, 1-ാം പാലും 2-ാം പാലും. അപ്പോൾ എണ്ണ ചൂടായി, ഞാൻ അതിലേക്ക് ആദ്യം കടുകിട്ട് കേട്ടോ. ഇതിലേക്ക് ലേശം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പൊട്ടിയാൽ കഴിയാനായി. മാങ്ങ ഇട്ട് കൊടുക്കട്ടോ. മാങ്ങ ഉള്ളിയെല്ലാം കൂടെ ഒന്ന് കിടന്ന് വഴട്ടെ. അപ്പം ബാക്കിയുള്ള ചെയ്ത് വയ്ക്കാം. അപ്പം കരിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കരിവേപ്പില ഉപ്പിട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ 2-ാം പാലാട്ട് വയ്ക്കണം. 2-ാം പാലിൽ കിടന്നിട്ട് ഇങ്ങനെ വേവട്ടെ. അടിച്ചു നമ്മളിതാ പതച്ച് തീർത്ത് ഇറക്കാനായിട്ടോ. അത് ഫസ്റ്റത്തെ പാൽ വെച്ച് കൊടുക്കുക. അപ്പം ഫസ്റ്റത്തെ പാൽ വെച്ച് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ഈ മാങ്ങാക്കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ചെറു തീ വരുമ്പോൾ നമ്മളിത് ഇറക്കുകയാണ് കേട്ടോ. ചെറു തള വരട്ടെ. ചെറു തള വന്നിട്ടോ നമ്മളൊന്ന് ഇളക്കി ഇനി ഓഫാക്കാം. നല്ല കുറുകിയിട്ടുമുണ്ട് നല്ല സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. പിന്നെ മാങ്ങാക്കറി ഭയങ്കര ടേസ്റ്റാണ്, ഞങ്ങളെപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി മൂടിയൊക്കെ ഇനി അവിടെ ഇരുന്നിട്ട് കേട്ടെ. അപ്പോൾ നമ്മളെ മാങ്ങാക്കറി റെഡി ആയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുതേ. നാളെ കാണാം. അസ്സലാമു അലൈക്കും.